ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. നിത്യേന എന്നോണം എല്ലാ ന്യൂസ് പേപ്പറിലും വാർത്താമാധ്യമങ്ങളിലും നമ്മൾ കാണാറുണ്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര കിലോ കഞ്ചാവ്, MDMA അങ്ങനെ തുടങ്ങിയ നമ്മൾ നേരത്തെ മുൻപേ കേട്ടിട്ടില്ലാത്ത പേരുകളടങ്ങുന്ന നിരവധി ലഹരി പദാർത്ഥങ്ങൾ പോലീസ് പിടികൂടുന്നു എന്നുള്ളത്. ഈ പിടികൂടുന്നതിൻ്റെ ഒരു 200-300% കൂടുതലായിരിക്കണം വിപണിയിൽ എത്തുന്നത്. വിപണി എന്ന് പറയുമ്പോൾ അതൊരു ഓപ്പൺ വിപണിയല്ല, പക്ഷേ അത് എത്തേണ്ടടുത്ത് എത്തുന്നു. ഇത് ഒരു ജനതയെ തന്നെ, ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല പരിപാടിയാണ് ഈ ലഹരി അടിമകളാക്കുക എന്നുള്ളത്. ഈ ഒരു സംഗതി 80കളിൽ പഞ്ചാബിൽ ഭീകരവാഴ്ച ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്ന് നടന്നിരുന്നതായിട്ട് അറിയാം. അന്ന് ഇതിൻ്റെ ഫലങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലത്തെന്ന് പറയുമ്പോൾ ഒരു 5-10 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ഇത്രയേറെ ലഹരി പദാർത്ഥങ്ങൾ വന്നു ചേരുന്നത്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ ആരോ കരുതിക്കൂട്ടി ഇതിൻ്റെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ അവൈലബിലിറ്റി ഇവിടെ കൂട്ടുകയാണ്. എവിടെന്നെങ്കിലും വരാതെ ഇവിടെ എത്തൂല്ലല്ലോ. അപ്പോൾ ആരോ കരുതിക്കൂട്ടി ഇതിവിടെ എത്തിക്കുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യാനൊരു ശൃംഖലയും ഇവിടെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. നിരപരാധികളായ നമ്മുടെ കുഞ്ഞു കുട്ടികളെയും യുവജനങ്ങളെയുമൊക്കെ പല വിധത്തിൽ ഈ ലഹരിയിലേക്ക് ആകർഷിച്ച് അവരെ അതിന് അടിമകളാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മിക്ക ഹോസ്പിറ്റൽസിലും കുറേ അധികം കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ഈ ലഹരിക്ക് അടിമകളായിട്ട് അതിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ആൽക്കഹോൾ ഡി അഡിക്ഷൻ മാതിരിയല്ല, കുറേയും കൂടെ സങ്കീർണമാണ് ഈ ലഹരിയിൽ നിന്ന് വിമുക്തി നേടുക എന്ന് പറയുന്നത്. അത്ര എളുപ്പമല്ല അത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രതിരോധിക്കലാണ്. ലഹരി ഒന്ന് ഇവിടെ വരാൻ പാടില്ല. രണ്ടാമത്, വന്നാൽ പോലും അതിൻ്റെ വിതരണം നടക്കാൻ പാടില്ല. മൂന്നാമത്തത്, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ജനത ഇതിനെതിരെ ജാഗരൂകരായിരിക്കണം. ഈ 3 കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മുടെ ജനതയെ ബോധവാന്മാരാക്കുന്നതിൽ നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. നമ്മളിന്നിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് തന്നെ ഇത് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ കൗമുദി ചാനലിനെ അഭിനന്ദിക്കുന്നു. ഈ ലഹരിക്ക് എതിരായിട്ട് പല കാര്യങ്ങളും കൗമുദി ഇതിനകം ചെയ്തിട്ടുണ്ട്. ഒരു ലഹരിക്ക് അഗെയിൻസ്റ്റായിട്ടൊരു പബ്ലിക്കേഷൻ തന്നെ ഇറക്കിയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കേരള കൗമുദി എത്തിച്ചു കൊടുത്തിട്ടുള്ളതായിട്ടും എനിക്കറിയാം. അപ്പോൾ ഇതുപോലെ എല്ലാ മാധ്യമങ്ങളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. മാധ്യമങ്ങളുടെ മാത്രമല്ല പങ്കുള്ളത്, നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. ആസ് എ ലേ മാൻ, ഒരു കോമൺ മാൻ, എന്നെ പോലെയുള്ള ഒരു കോമൺ മാൻ, ഇതിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ, നമ്മുടെ കൊച്ചുമക്കളെ ബോധവാന്മാരാക്കുക. ഈ ലഹരിയിലേക്കുള്ള ആകർഷണം വഴിവെക്കിൽ, സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ പതിയിരിക്കുന്നുണ്ട്, നിങ്ങളതിനെ സൂക്ഷിക്കണമെന്ന് അറിയിക്കുക. പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. രണ്ടാമത്, അധ്യാപകർ, സ്കൂൾ, കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള അധ്യാപകരും ജാഗരൂകരായിരിക്കണം. അവരുടെ വിദ്യാർത്ഥികളിൽ എന്തെങ്കിലും അപാകതകൾ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ദുസൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ജാഗരൂകരാകുകയും മാതാപിതാക്കളെ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പിന്നെ ഈ ക്ലാസ്സിൽ തന്നെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്താൻ അധ്യാപകർക്ക് സാധിക്കണം. അതിനുവേണ്ട
അറിവും അതിനു വേണ്ട ഒരു ചുറ്റുപാടും നമ്മൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അവരവരുടെ തലത്തിൽ ചെയ്യാവുന്നത് അതിപ്പോൾ കൂടി വരുന്നതായിട്ട് ഞാൻ കാണുന്നു. പലയിടത്തും ബോധവൽക്കരണ ക്ലാസ്സുകളും ബോധവൽക്കരണ സെമിനാറുകളും ബോധവൽക്കരണ ക്യാമ്പയിൻസും ഒക്കെ നടക്കുന്നതായിട്ട് അറിയാം. പക്ഷേ ഇത് മാത്രം പോരാ. നമ്മൾ കുറേയും കൂടെ വികറസായിട്ട് ഇതിനെ എഗെൻസ്റ്റായിട്ട് നമ്മൾ പ്രതികരിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിനാണ് നഷ്ടം വരാൻ പോകുന്നത്. ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള മാരക ലഹരി പദാർത്ഥങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭീകരവാദത്തിൻ്റെ വേറൊരു പതിപ്പും കൂടെ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇത് പഞ്ചാബിലും കാശ്മീരിലും ഒക്കെ നടക്കുന്നത് ഞാൻ എൻ്റെ സൈനിക ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതെങ്ങനെ വന്നു ഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. എന്തു വന്നാലും നമ്മൾ പ്രതികരണശേഷിയുള്ളവരായിരിക്കണം. ഇതിൻ്റെ വിപത്ത് നമുക്ക് മനസ്സിലാകണം. ആ വിപത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലഹരിയും അതിൻ്റെ വ്യാപനത്തെയും തടയാൻ നമുക്ക് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അത് ചെയ്യും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം.